അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്പോട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ ഒരു 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പോൾ ഇൻട്രോ നമ്മുടെ ഈ ഒരു പ്ലേസിൽ വന്നിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെട്ടയിലാണ്. തിരുവനന്തപുരം ജില്ലയും തമിഴ്നാട് ജില്ലയും കൂടെ അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ് നെട്ട എന്ന് പറയുന്നത്. അപ്പോൾ നെട്ടയിലാണ് നിൽക്കുന്നത്. നെട്ട വ്യൂ പോയിൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോതയാറാണ്. കോതയാറ് ആ ഒരു ടിൻ വാട്ടർഫാളും ആ ഒരു ഫോറസ്റ്റ് റൈഡും ഒക്കെയാണ് നമ്മുടെ ഉദ്ദേശം വന്നിരിക്കുന്നത്, പോകാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി. ഓക്കെ, ഇപ്പോൾ ഇവിടെ സമയം എന്ന് പറയുന്നത് 6:30 മണിയായി. രാവിലെ 6:30 മണിയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ 6:30 മണിയൊക്കെ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഒരു 7, 8, 9, 10, 11 ഒക്കെ ആവും. ഇപ്പോൾ ഇന്നലെ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. കഴിഞ്ഞ ആഴ്ചയൊന്നും വീഡിയോ ഇട്ടില്ല. അപ്പം വീഡിയോ കുറവാണ് ഇടുന്നത്. തിരക്കുകൾ കാരണം വീഡിയോ ഇപ്പോൾ കുറവാണ് ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ തമിഴ്നാട് ജില്ലയിലോട്ടാണ്. തമിഴ്നാടെന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ, നമ്മുടെ വെള്ളറടയ്ക്കപ്പുറം നെട്ട വഴി കോതയാർ അഥവാ കോടയാർ. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു റൈഡാണ്. ഒരു ചെറിയൊരു ടിൻ വാട്ടർഫാളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോഡ് കഴിഞ്ഞു. പക്ഷേ റോഡിൽ തിരക്ക് നോക്കിയേ. 6:30 മണിയാണെന്നുള്ള കാര്യം ആലോചിക്കണം. എന്നാലും നല്ല തിരക്കുണ്ട് റോഡിൽ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ, അങ്ങനെയാണല്ലോ. രാവിലെ നെടുമങ്ങാട് കഴിഞ്ഞിട്ടുണ്ട്. നെടുമങ്ങാട് കഴിഞ്ഞൊരു 10-15 കിലോമീറ്ററുടെ ഉള്ളൂ കാട്ടാക്കടത്തേക്ക്. അപ്പോൾ സുധീഷ്പുരം അവിടെ എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. KLJN വ്ളോഗ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രോനെ. ഫുൾ ടൈം ഇങ്ങനെയായിരുന്നേ കൊള്ളായിരുന്നു. ഈ ഒരു ചെറിയൊരു കാലാവസ്ഥയും ചെറിയൊരു തണുപ്പും ഈ ഒരു പ്രകാശവും. പക്ഷെ നമുക്ക് ഒരു വീഡിയോ കണ്ടൻറ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഡള്ളായിട്ടുള്ള ഒരു കാലാവസ്ഥ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ വീഡിയോക്ക് അത്രയും ക്വാളിറ്റി കാണത്തില്ല. വീഡിയോ ഫുള്ളായിട്ട് ഡള്ളായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോടയാറെന്നും പറയും കോതയാറെന്നും പറയും, രണ്ടും പറയും. മാപ്പിലടിക്കുകയാണെങ്കിൽ, മാപ്പ് നോക്കി വരികയാണെങ്കിൽ കോതയാർ ട്വിൻ വാട്ടർഫാൾ അടിക്കണം. ട്വിൻ വാട്ടർഫാൾ അതടിച്ചാലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. കോടയാറെന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഏതൊക്കെയോ വഴി കൂടെയാണ് കാണിക്കുന്നത്. കിലോമീറ്ററിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കോടയാറെന്ന് മാത്രം അടിക്കുമ്പോഴത്തേക്ക് 350 കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട്. സംഭവം അത്രയില്ല. നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു 70-75 കിലോമീറ്റർ ആ ഒരു അത്ര ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കാട്ടാക്കട എത്തിയിട്ടുണ്ട് കേട്ടോ. കാട്ടാക്കട നമുക്ക് എവിടെ വെയിറ്റ് ചെയ്യാം? നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇത് വെയിറ്റ് ചെയ്യാം. അവിടെ ആകുമ്പോഴത്തേക്ക് സുധീഷിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതാ മോസ്കിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു മാറ്റമുള്ളതാണ് കാട്ടാക്കട. ഒരു മാറ്റമില്ല. മൈസൂറി. അപ്പോൾ നമ്മുടെ സുധീഷ്പുരം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നെട്ട വ്യൂ പോയിൻ്റാണ് ഫസ്റ്റ് തിരിക്കാനുള്ള പരിപാടി. നെട്ട വ്യൂ പോയിൻ്റിൽ നിന്ന് നേരെ അവിടെ കുറച്ച് ചില്ലിയാനുള്ള കുറച്ച് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോതയാർ പോകാനുള്ള പരിപാടിയാണ്. സുധീഷ് റാക്കിലുണ്ട്. കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അത് സ്വാഭാവികമാണ്. എല്ലാവരും ഒരേ സമയത്ത് എണീക്കണമെന്നില്ലല്ലോ.
അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പോയി നേരെ നെട്ട വ്യൂ പോയിൻ്റ്, കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം ഒരു 25ഓളം കിലോമീറ്റർ ഉണ്ട്. അവിടെ പോവുക, അവിടെ കുറച്ച് ചില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ മിക്കുള്ള ഫ്രെയിം കാണുമ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മൾ പണ്ടില്ല ചിത്രം വരയ്ക്കത്തില്ലേ, ഒരു നദി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് മലകൾ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ നെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ചില്ലടിച്ച് വൈബടിച്ച് പരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇന്നിപ്പം രാവിലെ ആയതുകൊണ്ട് അധികം ആളൊന്നും കാണത്തില്ല, മിക്കവാറും ഞാനും സുധീഷ് മാത്രമായിരിക്കും കാണുന്നത്. എന്നാലും സാരമില്ല, നമുക്ക് നേരെ പോയി അടിച്ചു പൊളിക്കാം. പറഞ്ഞാൽ ഈ ഒരു കോതയാർ യാത്ര, കോതയാർ അല്ലെങ്കിൽ കോടയാർ, രണ്ടിലേതെങ്കിലുമാണ്, ഏതാണ് ശരിയെന്നൊന്നും അറിയത്തില്ല. മാപ്പിൽ കോതയാർ എന്ന് കാണിക്കുമ്പോഴത്തേക്ക് കോടയാർ എന്നാണ് വരുന്നത്, കറക്റ്റ് അറിയത്തില്ല ഏതാണ് കറക്റ്റ് പേര്. പക്ഷേ അവിടുത്തെ സൈൻ ബോർഡിലൊക്കെ കോതയാർ എന്നാണ് എഴുതി സൈൻ കൊടുത്തേക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ മലയാളത്തിൽ ഈ കോതയാറിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരുപാട് നാൾ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പാണിത്, കോതയാർ എന്ന് പറയുന്നത്. അത് സുജി ബ്രോയും ഞാനും കൂടെയൊക്കെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ സുജി ബ്രോയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി. പിന്നെ നമ്മുടെ ഒരേ ഒരു വൈബിലുള്ള ആളുകളാണ് കേട്ടോ ഞാനും സുധീഷ് ബ്രോയൊക്കെ, KLTN ബ്ലോ. അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഓക്കെ, സത്യത്തിൽ നമ്മൾ ബുധനാഴ്ച എന്നാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ബുധനാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, ബുധനാഴ്ചയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു കുറച്ച് നേരത്തേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. അതാണ് തിങ്കളാഴ്ച ഇറങ്ങിയത്. എന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കുണ്ട്. സ്കൂൾ ബസ്, സ്കൂൾ ടൈമിങ്, ഓഫീസ് ടൈമിങ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. അല്ല പോട്ട് പോടാ, ഫ്രണ്ട് പോട്ടെ. അടിപൊളി റോഡ്, തിരക്കുമില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി സൂപ്പർ റോഡാണ് കേട്ടോ. ഇത്രയും നേരം വന്നത് ചെറിയ ചെറിയ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഇടക്കാലത്ത് എന്തോ ടാർ ചെയ്താണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് സംഭവം ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വാട്ടർ തൊട്ടിക്കാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ആളുകൾ വന്നിട്ട് വെട്ടിപ്പൊളിക്കും, സ്വാഭാവികമാണ്. എവിടെയെങ്കിലും നല്ല രീതിയിൽ ടാർ കണ്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണി അതാണ്. ടാറിടും, അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനകം വെച്ച് കുഴിച്ച് എല്ലാം സെറ്റാകും. അട്ടിപ്പൊളി റോഡ്, അട്ടിപ്പൊളി, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതിനകത്തെ കട്ടർ റോഡിൽ നിന്ന് ഇതിനകത്തെ റോഡിൽ കയറുമ്പോഴത്തേക്കാണ് മനസ്സിനൊരു ഫീല്, വണ്ടിക്കൊരു ഫീല്, ആ ഒരു സസ്പെൻഷൻ അത്രയും നേരം വർക്ക് ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതും വേറൊരു ഫീല്. സെറ്റ്. പക്ഷെ കുറച്ചും കൂടി വീതിയൊക്കെ ആവാനും അതിന് കുഴപ്പമില്ല, വലിയ തിരക്കില്ല. ഇപ്പോൾ 8:30 മണി ആയി, അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്കില്ലാത്തത്. കുറച്ചുകൂടി ആകുമ്പോഴത്തേക്ക് നല്ല തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അവിടെ നോക്കിയേ എന്ത് രസമാണ്, നോക്കിയേ എൻ്റെ മോനെ. സെറ്റ്, നല്ല സ്ട്രെയിറ്റ് റോഡ്. സൈഡ് നോക്കൂല, ഒരു സൈഡ് മാത്രം നോക്കി അങ്ങ് പോവാണ്. 5 മരം കൊല, 5 മരം കാല, കൊലയല്ല കേട്ടോ, 5 മരം കാല. ഓക്കെ, നമുക്ക് നേരെ സ്ട്രൈറ്റ് ആണ് വെള്ളറട പോയിട്ട് കാപ്പി കുടിക്കാം, എന്തെങ്കിലും കഴിക്കാം. കഴിച്ചിട്ട് നേരെ നമ്മുടെ എവിടെ നെട്ട വ്യൂ പോയിന്റ്. ഓക്കെ, പറയാൻ പറ്റില്ല കേട്ടോ. ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്തായാലും 2 വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഉറപ്പില്ല.
ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടൻ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു വീഡിയോക്കുള്ള കണ്ടൻറ്റേ കാണുള്ളൂ. എന്നാലും ഞാൻ ചില ഇൻ കേസ് ഒരുപാടുണ്ടെങ്കിൽ എന്തായാലും ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് സഹകരിക്കുക. 30 മിനിറ്റൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു പറഞ്ഞിട്ടുണ്ട്, 30 മിനിറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇരുന്ന് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് മിക്കുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം ഒരു 25-30 ആ ഒരു മിനിറ്റ് വെച്ചാണ് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. സ്ട്രെസ് അടിച്ച് പണ്ടാരടങ്ങി ജോലിയിൽ മാത്രം മുഴുകിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ട് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ട്രിപ്പടിക്കുക കിട്ടുന്ന സമയത്ത്. അതിപ്പോൾ ഞായറാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച ഏതെങ്കിലും ദിവസം. ഞാൻ എപ്പോഴും പറയും പോലെ ഏതെങ്കിലും മലയുടെ കൊണ്ടേ പോയിരിക്കുക. മറ്റേ ഏതോ ഒരു എൻ്റെ ഡയലോഗല്ല, ഏതോ ഒരു ഫേമസ് ആയ ഡയലോഗാണ്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ സിറ്റിക്കകത്ത് ഈ പൊടിയുടെ മണ്ണിൻ്റെ ഇടയിൽ നടന്നും ഇരുന്നും വണ്ടി ഓടിച്ചൊക്കെ ജീവിതം പാഴിക്കളയുന്നവർ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള ഉള്ള ഏരിയകളിൽ കുറച്ച് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. അങ്ങോട്ട് വരിക, നല്ല ശുദ്ധമായി ശ്വസിക്കുക, നല്ല ചില്ലടിക്കുക, വൈബടിക്കുക, തിരിച്ചു പോവുക. ഓക്കെ, ആ ഒരു യാത്ര മതി. പിന്നെ നമുക്ക് ആ ഒരാഴ്ച മുന്നോട്ട് നീക്കാം. പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച വരും. ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ചിലവൊന്നുമില്ല. വന്ന് പോകാനായിട്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ സെറ്റാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല, അതാണ് മെയിൻ കാര്യം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഫ്രണ്ടിൽ മലകൾ നോക്കിയേ, ആ മേളിലൊക്കെയാണ് കാളിമല, കുരിശുമല. അത് ഞാൻ ഇപ്പോൾ നെട്ട വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സ്ലോ ചെയ്ത് വണ്ടി നിർത്തി എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം, ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് കാണാം, ചില്ലടിക്കുക. ഇതേ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മളെ നെട്ടാസ് ചെക്ക് പോസ്റ്റ്. ഓക്കെ, ഞാൻ അടുത്ത നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ലീഗലി തമിഴ്നാട്ടിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമ്മുടെ ആ വ്യൂ പോയിൻ്റ് വരുന്നത്. ഓക്കെയാണ്, അങ്ങ് തമിഴ്നാട് കയറിയപ്പോൾ ആ ഒരു സ്റ്റൈലാണ് മാറി. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആ ഒരു സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ തമിഴിനേക്കാൾ കൂടുതൽ മലയാളം സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ് കേട്ടോ, കൂടുതലുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അടിപൊളിയാണ് എൻ്റെ മോനെ. പക്ഷേ ആണെങ്കിലേ ഇതിലൂടെ പോകുമ്പോഴത്തേക്ക് വേറൊരു വൈബാണ്. എനിക്കൊന്നു ഈ ഒരു രാവിലത്തെ ക്ലൈമറ്റ് ഇവിടെ ആയതുകൊണ്ടായിരിക്കാം പൊളി വൈബ്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആറ്റുമീൻ എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും ഡാമിൻ്റെ റിസർവയർ ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് റിസർവയറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്ന മീനായിരിക്കും. ഒരുപാട് ഹോട്ടലുണ്ട്. ഈ ഒരു 3-4 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ 10-20 ഹോട്ടലുകളുണ്ട്. ഇപ്പോൾ സമയമൊന്നും ആയി കാണത്തില്ല, മിക്കവാറും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആകത്തുള്ളൂ. എല്ലായിടത്തും കപ്പാപ്പുഴ മീൻ അതാണ്. കൊതിയാണ് പണ്ടാരം. ഒന്ന് വിശന്നിരിക്കുകയാണ്. ഇപ്പോൾ പോയി അവിടെ ഒതുക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഇവിടെ നമുക്കൊന്ന് സൈഡ് വെക്കാം. ഇവിടെ ഒരു പാലമുണ്ട്. നിർത്തിയാൽ വണ്ടിക്ക് ബ്ലോക്ക് ആവുമെന്ന് അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നിർത്താം. അതാകുമ്പോഴത്തേക്ക് അനിത ഹോട്ടലിൻ്റെ പേരാണേ. നോക്ക് ഇതാണ് നെട്ട വ്യൂ പോയിന്റ്. എത്തി രസമാണെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യാം. ഇവിടെ നമുക്കൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി ഒന്ന് ഒതുക്കാം. വണ്ടി ഒതുക്കിയിട്ട് എന്നിട്ട് വെള്ളം കയറി തോന്നുന്നു കേട്ടോ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങാതാവട്ടെ. എന്നാ ബ്രോ, ഇത് കന്യാകുമാരി ജില്ല. അങ്ങനെയുണ്ട്. പൊളി. ഡാം കുറച്ച് അങ്ങോട്ടാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. ഇവിടെ എന്നുള്ള ഞാൻ പറയില്ല, ആ ഒരു നമ്മുടെ പടം വരയ്ക്കും പോലെ പണ്ട് അടിപൊളി സൂര്യൻ, മല, കാട് എല്ലാം അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ സുധീഷ് ബ്രോ. പുള്ളിക്കാരിൽ വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ. KLTN ബ്ലോ സുധീഷ് ബ്രോ ആണ്. നമ്മൾ രണ്ടുകൂടെയാണ് വന്നത്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ആ ഒരു നെട്ട വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സുധീഷ് ബ്രോ, എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, പൊളിയല്ലേ? ഞാൻ വിചാരിച്ചതിന്റെ വേറെ ലെവലായി. തിരുവനന്തപുരം പൊളിയാണ് അല്ലേ? ഞാൻ ആ ഒരു കാളിമല കുരിശുമല പറയുന്നില്ലേ, അവിടെയൊക്കെ ഞാൻ 1-2 തവണ കയറിയിട്ടുണ്ട്. അതാണ്, പക്ഷേ വൈബല്ലേ? ഓണല്ലേ, ഫുൾ ഓണല്ലേ? അതാണ്. അതാണ് ഞാൻ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു വൈബ് കിട്ടിയാണ്. അത് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോ. അതെ അതെ, നമുക്ക് ഇതുവഴി ഇറങ്ങാം ബ്രോ. ഇതുവഴി കുറച്ചൊന്ന് ഇറങ്ങാം. അവർ ഇറങ്ങലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരും അനുകരിക്കരുത് കേട്ടോ. ഞാനും സുധീഷ് ബ്രോ ഇറങ്ങുന്ന കണ്ടിട്ട് ആരും നമ്മുടെ അനുകരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ അനുകരിച്ച് ഞാനും സുധീഷ് ബ്രോ ഇറങ്ങിയെന്ന് കരുതിയിട്ട് ഞങ്ങളെ അനുകരിച്ച് ആരും വരാതിരിക്കുക. വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പോലീസ് പിടിച്ച് അവർ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മദ്യപന്മാർ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ഏരിയ. വൈകുന്നേരമൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ചില്ലടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങും. അവിടെ വീണ് വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ പോയി. അതാണ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അടിക്കാൻ പോകാൻ പാടില്ല. രാത്രി റൂം എടുത്തിട്ട് വീട്ടിൽ വെള്ളം അടിച്ചോ, വീട്ടിൽ നിന്നോ റൂമിൽ നിന്നോ ട്രാവൽ ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞത് മാക്സിമം എൻജോയ് ചെയ്യണം. ഫുൾ കോൺഷ്യസോടെ വെള്ളം അടിച്ച് വിറ്റ് ആടിക്കൊണ്ട് അതൊക്കെയാണ് എൻജോയ്മെന്റ്. അടിക്കുക, അത് ടൈമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട്. അല്ല ബ്രോ, ഈ യാത്ര തന്നെ നമുക്കൊരു ലഹരി. പിന്നെ അതാണ് ലഹരി. അതാണ് ലഹരി. അതെ, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോസൊക്കെ ലേറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലഹരി എന്ന യാത്രയാണ്. അതെ, ഇഷ്ടപ്പെട്ട ജോലി അല്ലേ? ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടത്തോടെ ചെയ്യാം. ഇപ്പം എല്ലാവരും ഒരു ജോലി പോയിട്ട് ലീവ് എടുത്ത് ട്രാവൽ ചെയ്യാൻ പോകും. അതെ, ട്രാവൽ നമ്മുടെ ജോലിയാണ്. അതാണ് എന്ത് വേണം. അത് തന്നെ. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് തോന്നാം. ഇവൻ ഇത് തന്നെ പണി എന്നൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷേ ഞാൻ പറയും, കാരണം വെച്ചാൽ നമ്മുടെ ഭൂമിയാണ്. ഇപ്പം സ്റ്റേറ്റ് മാറിയാലും കൺട്രി മാറിയാലും നമ്മൾ എല്ലാവരും വസിക്കുന്നത് എർത്തിലാണ്, ആ ഒരു ഭൂമിയിലാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമമുണ്ട്. നോക്കിയേ, ഇവിടെ വരുന്നവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫുൾ പ്ലാസ്റ്റിക്കാണ്. ഫുഡ് കഴിക്കുമോ കുഴപ്പമില്ല, ഈ ഒരു വൈബൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിച്ചോ പ്രശ്നമില്ല. പക്ഷേ കാണുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കാണ് ഫുള്ള്. പേപ്പറോ അങ്ങനെ എന്തെങ്കിലും അതൊക്കെയാണെങ്കിൽ വേറെ പ്രശ്നമില്ല, അതൊക്കെ മണ്ണിലങ്ങ് അലിഞ്ഞ് ചേരും. ഇതുപോലെ പ്ലാസ്റ്റിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കും. ഇതൊക്കെ ഒരുപാട് നാളായ സംഭവങ്ങളാണ്. പറയാനേ പറ്റുള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വരുന്നൊരു ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇവിടെ ലീഗലി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അതവിടെ പോലീസ് തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ വരുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നെട്ട വ്യൂ പോയിൻ്റുള്ള കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പോകുന്നത് നമ്മുടെ കോതയാർ പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് പോകുന്ന വഴിക്കുള്ള കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ഇത് 2 വീഡിയോസ് ആയിരിക്കും വരുന്നത്, 2 പാർട്ടായിട്ടായിരിക്കും. ഒരുപാട് ലെങ്ത് ഉണ്ട്, ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ബ്രോ എങ്ങനെയാണ് നമുക്ക്? അതെ അതെ, ഫുൾ എൻജോയ്മെൻറ്റ്. 2 പേരുള്ളെങ്കിൽ നമ്മൾ ആർമതിക്കും. അപ്പോൾ ഫുൾ വൈബാണ്. വൈബ് മോഡ ഓണാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നേരെ പോവാം, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ ബ്രോ, ഇല്ലല്ല പോവാം, സെറ്റാക്കാം, അടിച്ച് പൊളിക്കാം. അപ്പോൾ നമ്മുടെ ആ നെട്ട വ്യൂ പോയിൻ്റ്, ആ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിൻ്റൊക്കെ കണ്ട്
ആ ഒരു അവിടെ നിന്ന് ചില്ലായി കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അവിടുത്തെ കാറ്റുകളൊക്കെ കൊണ്ട് ഇനി അടുത്ത നേരെ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. മെയിൻ സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോതയാർ ട്വിൻ വാട്ടർഫാൾ എന്നാണ് ഗൂഗിളിൽ അടിക്കാൻ എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷൻ കിട്ടും, പക്ഷേ കുറച്ച് കറങ്ങി ചുറ്റി ഒരു ഏകദേശം 100-300 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നോർമലി അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, റേഞ്ച് കുറവാണ് ഈ സ്ഥലങ്ങളിൽ. ജിയോയ്ക്ക് വിഷയമാണെന്ന് തോന്നുന്നു, എൻ്റെ ഇപ്പോൾ എയർടെലാണ്. അപ്പോൾ അവിടെ എത്തി നല്ല രീതിയിൽ റേഞ്ച് വിഷയമുണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ളിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നേരെ ചിതറാൾ ജെയിൻ ടെമ്പിൾ, പത്മനാഭപുരം പാലസ്. ചിതറാൾ ജെയിൻ ടെമ്പിൾ 10 കിലോമീറ്ററാണ് കേട്ടോ അവിടെ നിന്ന്. നമ്മൾ പോകാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ കൊണ്ടകത്ത് പോകാൻ പറ്റത്തില്ല. നമ്മളൊരു വ്ളോഗറായ സ്ഥിതിക്ക് നമ്മൾ ക്യാമറ കൊണ്ട് കയറിയില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ പോയിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവർ ക്യാമറ കൊണ്ട് കയറാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ക്യാമറയേക്കാൾ ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോൺസ് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള മൊബൈൽ ഫോൺസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കയറാം, അതിന് പ്രശ്നമില്ല. ക്യാമറയാണ് പ്രശ്നം. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കളിയൽ എത്തിയിട്ടുണ്ട്. കളിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ ഇറങ്ങിയല്ലേ, ഒന്നും കഴിക്കാതേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഫുഡ് അടിക്കണം. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, നമുക്ക് ഫുഡ് അടിക്കാൻ പോവാണ്. അവിടെ ഉണ്ട് ചിത്ര. ആ രാവിലെ ഷവായി കണ്ടായിരുന്നു. ഷവായി രാവിലെ വെച്ചേക്കുന്നത്. പോയി ഫുഡ് അടിക്കാം. അടിപൊളിയല്ലേ, കുഴപ്പമില്ല. ലൈറ്റ് ഓക്കേ. പൊറോട്ട അടിക്കാം. രാവിലെ പൊറോട്ട കിടക്കും വരുന്നത്. ദോശ ഉണ്ടോ? ഓ എല്ലാം കഴിക്കാം. അതാണ് നല്ലപോലെ ഒന്ന് ഫുഡ് അടിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ദോശ, സാമ്പാർ, ചമ്മന്തി, അതിൻ്റെ കൂടെ ഈ ഒരു സാധനം വൈബാണ്. ഇങ്ങനെ കുറച്ച് ചമ്മന്തി സാമ്പാർ വെച്ച് ഇതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വാഴയുടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഓ എങ്ങനെയുണ്ട് ദോശ? കൊള്ളയല്ലേ? ചെറുതായിട്ടൊരു ഉപ്പ്, സാമ്പാർ കുഴപ്പമില്ല. അപ്പോൾ കഴിക്കണതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തുകൂടാ, അമ്മ വഴക്ക് പറയും. അപ്പം കഴിച്ചതിൻ്റെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ദോശയും പൊറോട്ടയും ഓംപ്ലേറ്റും നല്ല അടിപൊളി ചൂട് വടയൊക്കെ തിന്നിട്ട് ഇറങ്ങി. നമ്മുടെ കളിയലിൽ ചിത്ര എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. നല്ല അടിപൊളി സർവീസൊക്കെ ആയിരുന്നു. ചെറിയൊരു ഹോട്ടലാണ്, നല്ല വിറകടുപ്പൊക്കെ വെച്ചുള്ള നല്ല അടിപൊളി പാചകം വരുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മെയിൻ സ്പോട്ട് കോതയാർ. ഇതൊരു 20 കിലോമീറ്ററിൽ ഉണ്ടെന്നാണ് തോന്നണേ. എന്തായാലും ഉച്ചയാകുമ്പോൾ അങ്ങ് എത്തുമ്പോഴത്തേക്ക് എന്തായാലും 10:30 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ലേറ്റായിട്ട് കഴിച്ചാലും പ്രശ്നമില്ല.